നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2 വാല്യുവേഷൻ ഞാൻ പറഞ്ഞു. വാല്യുവേഷനെ കുറിച്ച് കൃത്യമായ അപ്ഡേറ്റ്സ്, അതും കൃത്യമായ രീതിയിൽ സത്യസന്ധമായ രീതിയിൽ, ചുമ്മാതെ മാർഗുണ്ട് മാർഗില്ല അല്ലെങ്കിൽ ചുമ്മാതെ എന്തെങ്കിലും പറഞ്ഞ് അങ്ങനെയുള്ള വീഡിയോസ് അല്ല. കൃത്യമായും വാല്യുവേഷൻ ക്യാമ്പിൽ നിന്നുള്ള കൃത്യമായ ഡീറ്റെയിൽസ് മാത്രമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അത് ഓരോ ദിവസം കിട്ടുന്ന അപ്ഡേറ്റ്സ് അനുസരിച്ച് ഞാൻ കൃത്യമായിട്ട് അത് നിങ്ങൾക്ക് മുമ്പിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കും. അന്നേരം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ കാണുക. അന്നേരം നിങ്ങൾക്ക് +2 മാത്സ് വളരെ എളുപ്പമായിരുന്നു. അന്നേരം +2 മാത്സ് അത്ര വലിയ ടഫല്ലായിരുന്നു. +2 ഫിസിക്സും കെമിസ്ട്രിയും ബോട്ടണി ആയിരുന്നു ടഫ് എന്ന് പറയുന്നത്. ചില കുട്ടികൾക്ക് +2 മാത്സ് നിങ്ങൾക്ക് കമൻ്റ് ഇടാം, കുറച്ച് സമയം കിട്ടിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്നേരം +2 മാത്സിൻ്റെ വാല്യുവേഷനിൽ നിന്ന് കൃത്യമായിട്ടുള്ള രീതി ഇതാണ്. നിങ്ങളുടെ പേപ്പർ നോക്കുമ്പോൾ നിങ്ങൾക്ക് 6 മാർക്കിന്, നിങ്ങൾക്കറിയാലോ ഹയർ സെക്കൻഡറി +2 മാത്സിന് 6 മാർക്കിൻ്റെ ചോദ്യമുണ്ട്. അതിനകത്ത് ക്വസ്റ്റ്യൻ നമ്പർ 19 6 മാർക്കിൻ്റെ ചോദ്യമാണ്. അതിനകത്ത് A, B, C എന്ന് 3ആയിട്ട് തരംതിരിച്ചു. എക്കും ബിക്കും ഓരോ മാർക്കും, സിക്ക് 4 മാർക്ക് വരും. പക്ഷേ എയും ബി ഇച്ചിരി ലെങ്തി ക്വസ്റ്റ്യൻ ആണെന്നുള്ള അധ്യാപകരുടെ നിഗമനവും കാര്യങ്ങളും ഒക്കെ കൊണ്ടും സമയക്കുറവും എല്ലാം കൊണ്ടും ഇത് 3ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്തു. മാർക്ക് ഫ്രീ എന്നുള്ളതല്ല, A, B, C, എക്ക് 1 മാർക്ക്, ബിക്ക് 1 മാർക്ക്, സിക്ക് 4 മാർക്ക്, 6 മാർക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തു. എക്ക് 2, ബിക്ക് 2, സിക്ക് 2 അങ്ങനായിട്ട് ഡിവൈഡ് ചെയ്തു. അന്നേരം ആ ഒരു പ്രശ്നം അവിടെ വെച്ച് മാത്സിൻ്റെ കഴിഞ്ഞു. പിന്നെ മാത്സിൻ്റെ 5ാമത്തെ ക്വസ്റ്റ്യന് എക്ക് 1 മാർക്കും ബിക്ക് 2 മാർക്കുമായിരുന്നു. അത് തിരിച്ചാക്കി എക്ക് 2 മാർക്കും ബിക്ക് 1 മാർക്കുമായിട്ടുണ്ട്. ഇങ്ങനെ പുനഃക്രമീകരിച്ചിട്ടുണ്ട് മാത്സിൻ്റെ ആ മാർക്കിൻ്റെ ഡിവിഷൻ. ചിലപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിൽ ബാക്കിയുള്ള അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടുമായിരിക്കാം. പക്ഷേ ഇത് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റാണ്. ഇതുപോലെ നിങ്ങൾക്ക് കെമിസ്ട്രിയുടെ ആയാലും എല്ലാ വിഷയങ്ങളുടെയും അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അന്നേരം എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ല മാർക്ക് കിട്ടട്ടെ. എല്ലാവരും അടുത്ത ഫ്യൂച്ചറിലേക്കുള്ള കോഴ്സ് എടുക്കാൻ വേണ്ടി തയ്യാറാകുന്ന കുട്ടികളാണ്. അത് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. എന്തായാലും ചുമ്മാതെ ഫ്രീ മാർക്കൊന്നും ഇട്ട് തരുമെന്നുള്ളത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ അർഹിച്ചത് വല്ല മാർക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ലിബറൽ വാല്യുവേഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ചുമ്മാതെ ലിബറൽ വാല്യുവേഷൻ ആണെന്ന് പറഞ്ഞൊരു വീഡിയോ ഒരിക്കലും മാഷിയിടത്തില്ല. അന്നേരം നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കുക. കീമും NDAയും നീറ്റ് പോലുള്ള പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ ധൈര്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക. റിസൾട്ടൊക്കെ അതിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ടൊക്കെ അങ്ങ് വരും, അതൊന്നും കുഴപ്പമില്ല. അന്നേരം നിങ്ങൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക. അന്നേരം എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.